പുതിയൊരു കഥയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കുകൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. അയ്യോ, എൻ്റെ അമ്മയെ തല്ലല്ലേ! താര കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിലേക്ക് വന്ന് വീണു. ദേ, മാറി നിന്നോ, ഇല്ലെങ്കിൽ നിനക്കും കിട്ടും. മോളാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. തലക്ക് മുകളിൽ വളർന്നതിനെയൊക്കെ വെട്ടി വീഴ്ത്തി തന്നെയാ എനിക്ക് ശീലം. അരവിന്ദൻ ദേഷ്യത്തോടെ അലറി. താര ഭയത്തോടെ തൻ്റെ അച്ഛനെ തന്നെ നോക്കി. നിങ്ങളൊരു മനുഷ്യനാണോ? കുറേ ആയി നിങ്ങൾ കാരണം ഞാൻ സഹിക്കുന്നു, പത്മ വിതുമ്പലോടെ പറഞ്ഞു. എൻ്റെ ഉപ്പും ചോറും തിന്ന് ജീവിക്കുമ്പോൾ എന്നെ കുറച്ച് സഹിക്കേണ്ടി വരുമെടി, നന്ദിയില്ലാത്തവളെ. അരവിന്ദൻ മുരണ്ടു. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങളുടെ ആഗ്രഹം ഞാൻ നടത്തില്ല, പത്മ വാശിയോടെ പറഞ്ഞു. നിന്നെ കൊന്നിട്ടായാലും ഞാൻ എൻ്റെ ആഗ്രഹം നടത്തും. നിങ്ങൾക്ക് നാണുണ്ടോ അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾക്ക് സ്വന്തം മകളെ വിവാഹം ചെയ്തു നൽകാൻ? പത്മയുടെ കണ്ണിൽ പകയെരിഞ്ഞു. അറിവില്ലാത്ത പ്രായത്തിൽ പത്മക്ക് പറ്റിയൊരു അബദ്ധം അതായിരുന്നു അരവിന്ദൻ. അത്രയും സ്നേഹത്തോടെ ജീവിച്ചിരുന്നവരായിരുന്നു പത്മയുടെ കുടുംബം. പത്മയുടെ ഏട്ടൻ വിശ്വയും അരവിന്ദനും ബിസിനസ് സുഹൃത്തുക്കളായിരുന്നു. വിശ്വയുടെയും പത്മയുടെയും മാതാപിതാക്കൾ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. അതിനുശേഷം കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് വിശ്വ തൻ്റെ പെങ്ങളെ നോക്കിയിരുന്നത്. തൻ്റെ 25-ാം വയസ്സിലാണ് വിശ്വ സീതയെ തൻ്റെ ഭാര്യയായി കൂടെ കൂട്ടുന്നത്. വിവാഹം കഴിഞ്ഞ് 2 വർഷം തികയുന്നതിന് മുമ്പേ അവർക്കൊരു കുഞ്ഞു പിറന്നു, അർജുൻ. കുഞ്ഞുനാളിൽ അർജുന് പത്മ കഴിഞ്ഞേ ആരും ഉണ്ടായിരുന്നുള്ളൂ. അത്രയും കൂട്ടായിരുന്നു അർജുനും പത്മയും. അപ്പച്ചി എന്ന് വിളിച്ചുകൊണ്ട് സദാസമയവും അവൻ പത്മക്ക് പിന്നാലെ നടക്കും. സ്വർഗമായിരുന്നു അവരുടെ ജീവിതം. അതിനിടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ പത്മയുടെ ഉള്ളിലേക്ക് അരവിന്ദൻ വന്ന് കയറുന്നത്. പ്രണയം പറഞ്ഞ് അരവിന്ദൻ സ്ഥിരം പത്മയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറി നടന്നെങ്കിലും പിന്നീട് എപ്പോഴോ പത്മക്ക് തിരികെ അങ്ങനൊരു ഇഷ്ടം തോന്നുകയായിരുന്നു. അതായിരുന്നു പത്മയുടെ ജീവിതത്തിൽ അവർക്ക് പറ്റിയ ഏക തെറ്റ്. അരവിന്ദനും പത്മയും തമ്മിലുള്ള ബന്ധം വളരെ വൈകിയാണ് വിശ്വ അറിയുന്നത്. വിശ്വ ആ ബന്ധത്തെ പാടെ അവഗണിച്ചു കളഞ്ഞു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. സംഭവം ബിസിനസ് ലോകത്തെ സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും വിശ്വക്ക് അരവിന്ദനോട് അതിനു പുറമെ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അരവിന്ദന് പെൺവിഷയത്തിൽ അത്രയും ചീത്തപ്പേരുണ്ടായിരുന്നു എന്ന് വിശ്വക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ അതൊന്നും പത്മക്ക് അറിവുണ്ടായിരുന്നില്ല. പത്മയുടെ മനസ്സിൽ അരവിന്ദൻ അപ്പോഴേക്കും സ്ഥാനം ഉറപ്പിച്ചിരുന്നു. അന്ന് അർദ്ധരാത്രിയിൽ വീടുറങ്ങിയ സമയം നോക്കി പത്മ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ അവളുടെ ദേഹം വിറക്കുന്നുണ്ടായിരുന്നു. തനിക്കു വേണ്ടി മാത്രം ജീവിച്ച ഏട്ടൻ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടും തന്നെ പോറ്റി വളർത്തിയ ഏട്ടൻ, അച്ഛനും അമ്മയും ഇല്ലാത്ത കുറവറിയിക്കാതെ പൊന്നുപോലെയാണ് തന്നെ നോക്കിയത്. എങ്കിലും അരവിന്ദനോടുള്ള പ്രണയം അവളുടെ മനസ്സിനെ അന്ധമാക്കിയിരുന്നു. അത്രമേൽ പത്മ അയാളെ വിശ്വസിച്ചു. പിറ്റേന്ന് പ്രഭാതം വിശ്വക്ക് നൽകിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതമായിരുന്നു. പത്മയുടെ മുറി വിജനമായി കിടക്കുന്നതും അവൾ ഇറങ്ങിപ്പോയെന്ന സത്യവും അറിഞ്ഞ നിമിഷം വിശ്വ തകർന്നു പോയി. വീട്ടിലെപ്പോഴും പൊട്ടിച്ചിരിയും കളികളും നിറച്ചു നിന്നിരുന്ന ആ മനുഷ്യൻ ഒറ്റ നിമിഷം കൊണ്ട് മൂകനായിപ്പോയി. നാട്ടുകാരും ബന്ധുക്കളും അയാളെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. കൂടെയുള്ള സുഹൃത്തിന് സ്വന്തം വീട്ടിൽ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ടല്ലേ അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് എന്നൊക്കെയുള്ള കുത്തുവാക്കുകൾ വിശ്വയെ ഓരോ നിമിഷവും വേദനിപ്പിച്ചു. എങ്കിലും തൻ്റെ മുഖത്ത് കരിവാരി തേച്ച് ഇറങ്ങിപ്പോയ പെങ്ങളോട് വിശ്വക്ക് ദേഷ്യമായിരുന്നില്ല. മറിച്ച് അരവിന്ദൻ എന്ന ചതിയൻ്റെ കൂടെ അവളുടെ ജീവിതം നശിച്ചു പോകുമോ എന്ന ഭയവും ആകുലതയുമായിരുന്നു. പക്ഷേ വിശ്വയുടെ തകർച്ച അവിടെയും തീർന്നില്ല. അരവിന്ദൻ തൻ്റെ അടുത്ത കരിനീക്കം നടത്തിയത് അപ്പോഴായിരുന്നു. ബിസിനസ്സിൽ വലിയൊരു തുക വഞ്ചനയിലൂടെ അരവിന്ദൻ തട്ടിയെടുത്തു. അത്രയും വലിയ ചതി അരവിന്ദൻ ചെയ്യുമെന്ന് വിശ്വ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കടം പെരുകിയതോടെ കമ്പനിയും വീടും ലേലത്തിലായി. ഒടുവിൽ ഇനി മുന്നോട്ട് വഴിയില്ലെന്ന് മനസ്സിലാക്കിയ വിശ്വ ഭാര്യ സീതയെയും തനിക്ക് ജീവനായ മകൻ അർജുനെയും നടുക്കടലിൽ തള്ളിയതുപോലെ തനിച്ചാക്കി ആത്മഹത്യയിൽ അഭയം കണ്ടെത്തി. വിശ്വേട്ടൻ്റെ മരണവാർത്തയറിഞ്ഞ പത്മ നെഞ്ചുകൂട്ടി കരഞ്ഞു. എന്നാൽ അവളുടെ കരച്ചിൽ കേട്ടെത്തിയ അരവിന്ദൻ്റെ പ്രതികരണം ക്രൂരമായിരുന്നു. എൻ്റെ ഏട്ടനെ നീയാണല്ലേ ചതിച്ചു കൊന്നത് എന്ന് കരഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്ത പത്മയെ അരവിന്ദൻ മൃഗീയമായി തല്ലിച്ചതച്ചു. അന്നാണ് പത്മ ആ സത്യം തിരിച്ചറിഞ്ഞത്. അരവിന്ദന് തന്നോട് പ്രണയമായിരുന്നില്ല, മറിച്ച് വിശ്വയുടെ ബിസിനസ്സും സ്വത്തും തട്ടിയെടുക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു താനെന്ന്.
പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. അന്നു മുതൽ ആ വീട്ടിൽ പത്മക്ക് ഒരു തെരുവു പട്ടിയുടെ വില പോലും അരവിന്ദൻ നൽകിയില്ല. അടിയും ചവിട്ടും അസഭ്യവർഷവും അവരുടെ ദിവസേനയുള്ള ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ആ നരകയാതനകൾക്കിടയിലാണ് അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത്, താര. അച്ഛൻ്റെ സ്നേഹമോ പരിഗണനയോ അറിയാതെയാണ് താര വളർന്നത്. പത്മയോട് കാണിച്ച അതേ ക്രൂരത അരവിന്ദൻ ആ കുഞ്ഞിനോടും കാണിച്ചു. എന്നും മദ്യപിച്ചെത്തി അമ്മയെയും മകളെയും ക്രൂരമായി ഉപദ്രവിക്കുന്നത് അരവിന്ദൻ്റെ പതിവായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. താരയ്ക്കിപ്പോൾ 22 വയസ്സായി. എങ്കിലും ആ വീട്ടിലെ ക്രൂരതകൾക്ക് മാത്രം ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പത്മയുടെ കണ്ണീരും ആ പാവം കുഞ്ഞിൻ്റെ വേദനയും കണ്ടില്ലെന്ന് നടിക്കാൻ ദൈവത്തിന് കഴിയുന്നില്ലായിരുന്നു. കാലം അതിൻ്റെ കണക്കുകൾ ചോദിച്ചു തുടങ്ങി. അധർമ്മത്തിലൂടെയും ചതിയിലൂടെയും അരവിന്ദ് ഉണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യം ഒന്നൊന്നായി തകരാൻ തുടങ്ങി. തെറ്റായ ബിസിനസ് തീരുമാനങ്ങളും ആഡംബര ജീവിതവും കാരണം അരവിന്ദൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. ഒടുവിൽ കടക്കെണിയിലായ അയാൾ നാശത്തിൻ്റെ ആഘാതത്തിലേക്ക് കൂപ്പുകുത്തി. എന്നാൽ ആ തകർച്ച അയാളെ മാറ്റുകയല്ല ചെയ്തത്, മറിച്ച് കൂടുതൽ ക്രൂരനാക്കുകയാണ് ചെയ്തത്. തൻ്റെ നഷ്ടങ്ങൾക്ക് കാരണം പത്മയാണെന്ന് ആരോപിച്ച് അയാൾ വീണ്ടും അവരെ ക്രൂരമായി ഉപദ്രവിച്ചു. അരവിന്ദൻ്റെ കൈകൾ വീണ്ടും പത്മയുടെ നേർക്കുയർന്നപ്പോൾ താര പിന്നെയും വാവിട്ട് കരഞ്ഞു. അയ്യോ, എൻ്റെ അമ്മയെ തല്ലല്ലേ, അമ്മക്ക് വെയ്യ അച്ഛാ. കരഞ്ഞുകൊണ്ട് പത്മയുടെ മുന്നിലേക്ക് വീണ താരയെ അരവിന്ദൻ ക്രൂരമായി കാൽ കൊണ്ട് തള്ളി മാറ്റി. ഇതേ മാറി നിന്ന പെണ്ണെ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ച് ശരിയാക്കും. എൻ്റെ വാക്കിന് എതിരെ നിൽക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല. അരവിന്ദൻ്റെ അലർച്ച ആ ചെറിയ മുറിയിൽ മുഴങ്ങി. താര ഭയത്തോടെയും വെറുപ്പോടെയും തൻ്റെ അച്ഛനെ നോക്കി. കണ്ണുകളിൽ ചോര പൊടിയുന്ന വേദനയോടെ പത്മ നിലത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. നിങ്ങളൊരു മനുഷ്യനാണോ അരവിന്ദ? പത്മയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആ വാക്കുകളിൽ കനലെരിയുന്നുണ്ടായിരുന്നു. കുറേയായി നിങ്ങൾ കാരണം ഞാൻ സഹിക്കുന്നു. എൻ്റെ ജീവിതം തകർത്തു, എൻ്റെ ഏട്ടൻ്റെ കുടുംബത്തെ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾക്ക് കൊതി തീർന്നില്ലേ? നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ശരി, നിങ്ങളുടെ ആഗ്രഹം മാത്രം ഞാൻ നടത്തിത്തരില്ല. പത്മ വാശിയോടെ തെല്ലും ഭയമില്ലാതെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡി. അരവിന്ദൻ അവളുടെ കഴുത്തിന് നേരെ ആഞ്ഞു. നിന്നെ കൊന്നിട്ടായാലും ഞാൻ എൻ്റെ ആഗ്രഹം നടത്തും. ഇത്രയും കാലം ഞാൻ ഇവളെ വളർത്തിയത് ഈ ഒരു ദിവസത്തിന് വേണ്ടി തന്നെയാടി. നിങ്ങൾക്ക് നാണമില്ല അരവിന്ദ? പത്മയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. നിങ്ങളുടെ പ്രായമുള്ള ഏതോ വൃത്തികെട്ടവന് സ്വന്തം മകളെ വിറ്റ് കാശാക്കാൻ നോക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾക്ക് സ്വന്തം മകളെ വിവാഹം ചെയ്തു നൽകാൻ നടക്കുന്ന നിങ്ങളെ മനുഷ്യൻ എന്ന് വിളിക്കാവോ? കടക്കിണിയിലായപ്പോൾ അരവിന്ദൻ കണ്ടെത്തിയ പുതിയ കുറുക്കുവഴിയായിരുന്നു ഇത്. പണക്കാരനും എന്നാൽ മധ്യവയസ്കനുമായ ഒരു പ്രമുഖ വ്യവസായി പെണ്ണന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നറിഞ്ഞ് അരവിന്ദൻ അയാളെ സമീപിക്കുകയായിരുന്നു. തൻ്റെ മകളെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്താൽ പകരമായി കിട്ടുന്ന കോടികളുടെ ബിസിനസ് പങ്കാളിത്തവുമായിരുന്നു അരവിന്ദൻ്റെ ലക്ഷ്യം. താരയുടെ ഭാവി തകരുന്നതോ ആ മനുഷ്യൻ്റെ മുമ്പത്തെ ജീവിതമോ അയാൾ അല്പം പോലും അലട്ടിയില്ല. അയാൾക്ക് വേണ്ടത് പണം മാത്രമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ ആ വലിയ തെറ്റ്, അരവിന്ദൻ എന്ന ചതിയനെ പ്രണയിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ആ ഒരു നിമിഷം പത്മയുടെ ഉള്ളിൽ വീണ്ടും മുറിവായി രക്തം വാർന്നു. തൻ്റെ ഏട്ടൻ്റെ മരണത്തിനും സ്വന്തം കുടുംബത്തിൻ്റെ അനാഥത്വത്തിനും കാരണക്കാരനായ ഇവന് തൻ്റെ മകളുടെ ജീവിതം കൂടി പണയം വെക്കാൻ താൻ അനുവദിക്കില്ലെന്ന് പത്മ ഉറപ്പിച്ചു. പെണ്ണുങ്ങളെ കാശാക്കാൻ എനിക്ക് പണ്ടേ അറിയാം പത്മേ, അരവിന്ദൻ ഒരു വികൃതമായ ചിരിയോടെ പറഞ്ഞു. നാളെ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ കല്യാണത്തിൻ്റെ ഉറപ്പ് ഞാൻ അയാൾക്ക് കൊടുക്കും. അതിന് തടസ്സം നിൽക്കാൻ നോക്കിയാൽ നിന്റെ ശവം ഈ വീട്ടിൽ കാണും. എങ്കിൽ അതാവും നല്ലത്. പത്മ തിരിഞ്ഞു നിന്നു. എൻ്റെ ശവത്തിൽ ചവിട്ടി മാത്രമേ നിങ്ങളെ പാവത്തിനെ ആ കിളവന് വിറ്റ് കാശാക്കൂ. നോക്കാം ആരാ ജയിക്കുന്നെന്ന്. ദേഷ്യം സഹിക്കാനാവാതെ അരവിന്ദൻ മുറിയിലുണ്ടായിരുന്ന ചെറിയ ടീപ്പോയി ചവിട്ടി തെറിപ്പിച്ചു. പത്മയെ വീണ്ടും 1-2 തവണ ക്രൂരമായി ഉപദ്രവിച്ച ശേഷം മദ്യപിക്കാനായി അയാൾ വാതിൽ ശക്തിയായി അടച്ച് പുറത്തേക്ക് പോയി. ഉമ്മറത്തെ വാതിൽ അടയുന്ന ശബ്ദം കേട്ടതും അന്തരീക്ഷത്തിൽ ഒരു കനത്ത നിശബ്ദത പടർന്നു. പത്മ അവിടെ തന്നെ നിലത്തിരുന്നു. എന്നാൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ആ കണ്ണുകളിലെ കരച്ചിൽ പെട്ടെന്ന് നിലച്ചിരുന്നു. അവരുടെ മുഖത്ത് ഒരു പ്രത്യേകതരം ഭാവം നിഴലിച്ചു. ദുഃഖമോ ഭയമോ അല്ല, മറിച്ച് ഏതോ വലിയ ഒരു തീരുമാനത്തിൻ്റെ കാഠിന്യമായിരുന്നു ആ മുഖത്ത്. കല്ലുപോലെ, ജീവനറ്റ വിഗ്രഹം പോലെ അവർ അനങ്ങാതെയിരുന്നു. താര ഭയത്തോടെ അമ്മയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവളുടെ ഉടൽ മുഴുവൻ വിറക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ തോളിലേക്ക് ചാരിയിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. അമ്മേ, എനിക്ക് പേടിയാവുന്നു അമ്മേ. താരയുടെ വാക്കുകൾക്കിടയിൽ ഏങ്ങലടികൾ നിറഞ്ഞു.
അച്ഛൻ നമ്മളെ കൊല്ലുവോ അമ്മേ? ആ വയസ്സിനെ എന്നെ കല്യാണം കഴിച്ചയച്ചാൽ ഞാൻ ചത്തുപോകും അമ്മേ. എനിക്ക് ജീവിക്കാൻ പേടിയാവുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്താ അമ്മേ എപ്പോഴും ഇങ്ങനെ സങ്കടങ്ങൾ മാത്രം. താര അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ കൈകൾ മഞ്ഞുകട്ട പോലെ തണുത്തിരിക്കുകയായിരുന്നു. പത്മ പതുക്കെ തലയുയർത്തി താരയെ നോക്കി. പത്മയുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണീരല്ലായിരുന്നു, മറിച്ച് കനലുകളായിരുന്നു. അവൾ താരയെ തലമുടിയിൽ പതുക്കെ തലോടി. പത്മയുടെ മുഖത്തെ മാറിയ ഭാവം കണ്ട് താര അമ്പരപ്പോടെ കരച്ചിൽ നിർത്തി അമ്മയെ തന്നെ നോക്കി. മോള് കരയരുത്. പത്മയുടെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നില്ല. അത് ശാന്തവും എന്നാൽ ഉറച്ചതുമായിരുന്നു. പക്ഷെ അമ്മേ, അച്ഛൻ നാളെ. അയാൾ നിന്റെ അച്ഛനല്ല താരെ. പത്മ മകളുടെ തോളിൽ പിടിച്ച് നിവർത്തിയിരുത്തി. നമ്മെ മൃഗങ്ങളെ പോലെ കാണുന്ന, പണത്തിനു വേണ്ടി മകളെ വിൽക്കാൻ മടിക്കാത്ത ഒരാളെ അച്ഛൻ എന്ന് വിളിക്കരുത്. അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ ചെയ്ത തെറ്റിന് ഇത്രയും കാലം ഞാൻ അനുഭവിച്ചു. എൻ്റെ ഏട്ടൻ്റെ ആത്മാവ് എന്നോട് ക്ഷമിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പത്മ മകളുടെ മുഖം 2 കൈകളിലും കോരിയെടുത്തു. നീ കേട്ടോ താരെ, എൻ്റെ മോള് അമ്മ ഉള്ളിടത്തോളം കാലം അല്പം പോലും സങ്കടപ്പെടേണ്ടതില്ല. ഈ അമ്മയുടെ മേൽ ജീവനുള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കില്ല. താര അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ വാക്കുകളിൽ മുമ്പെങ്ങും കാണാത്തൊരു ശക്തി അവൾ തൊട്ടറിഞ്ഞു. അയാൾ എന്തൊക്കെ വ്യാമോഹങ്ങൾ മനസ്സിൽ വെച്ചാലും ശരി, പത്മ പല്ലിറുമ്മി പറഞ്ഞു, എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ടല്ലാതെ അയാൾ വിചാരിച്ച ഒരു ആഗ്രഹവും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നില്ല. അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ് താരെ. നിന്റെ ജീവിതം തകർക്കാൻ ഈ പത്മ ആരെയും അനുവദിക്കില്ല. അതിന് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പത്മ പതുക്കെ എഴുന്നേറ്റു. ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ ആരും കാണാത്ത ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം സഹിച്ച് ജീവിച്ച പത്മയായിരുന്നില്ല അത്. മകൾക്ക് വേണ്ടി ഏത് അതിരുകളും ലംഘിക്കാൻ മടിക്കാത്ത ഒരമ്മയുടെ പുതിയ അവതാരമായിരുന്നു അത്. ഇരമ്പിയാർക്കുന്ന ഇരുട്ടിലേക്ക് പത്മ വീടിൻ്റെ പടികളിറങ്ങുമ്പോൾ ആകാശത്ത് വല്ലാത്തൊരു കാർമേഘക്കെട്ടുണ്ടായിരുന്നു. പേടിയോടെ ചുറ്റും നോക്കി തന്നോട് ചേർന്ന് നടക്കുന്ന താരയുടെ കൈകൾ അവർ മുറുകെ പിടിച്ചു. അമ്മേ, നമ്മളെങ്ങോട്ടേ ഈ പാതിരാത്രിയിൽ പോകുന്നത്? അച്ഛൻ ഉണർന്ന് നമ്മളെ കാണാതിരുന്ന എനിക്ക് ആലോചിക്കാൻ പോലും പേടിയാവുന്നു അമ്മേ. നമുക്ക് എവിടെ തങ്ങാൻ ഇടമുള്ളത്? താര വിറക്കുന്ന ശബ്ദത്തിൽ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പത്മ ഒന്നും മിണ്ടിയില്ല. അവരുടെ കണ്ണുകൾ ലക്ഷ്യബോധത്തോടെ മുന്നിലെ ആൾപ്പാർപ്പില്ലാത്ത വഴികളിലേക്ക് നീളുകയായിരുന്നു. എത്രയോ വർഷത്തെ അപമാനവും കണ്ണീരും പേറും തളർന്ന ആ ശരീരത്തിന് ഇപ്പോൾ വല്ലാത്തൊരു കാഠിന്യം കൈവന്നിരിക്കുന്നു. മകളുടെ ചോരയും നീരും വിറ്റ് കാശാക്കാൻ നോക്കുന്ന ആ അധർമ്മിയുടെ മുന്നിൽ ഇനി ജീവന് വേണ്ടി ഇരക്കില്ലെന്ന തീരുമാനം അവരുടെ ഓരോ ചുവടിലും പ്രതിഫലിച്ചിരുന്നു. ഇരുട്ടിനെ കീറി മുറിച്ച് അവർ മണിക്കൂറുകളോളം നടന്നു. ഒടുവിൽ ട്രെയിൻ കയറി, പിന്നെയും ബസ് കയറി ഇറങ്ങി. ഒടുവിൽ പുലർച്ചയുടെ മങ്ങിയ വെളിച്ചം വീണു തുടങ്ങുമ്പോൾ പത്മ വലിയ ഇരുമ്പ് ഗേറ്റിന് മുന്നിൽ ചെന്ന് നിന്നു. താര അമ്പരപ്പോടെ ആ കാഴ്ചയിലേക്ക് നോക്കി. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു ആഡംബര കൊട്ടാരം. പടുകൂറ്റൻ മതിലുകളും മനോഹരമായി വെച്ചുപിടിപ്പിച്ച പുൽത്തകിടിയും വിശാലമായ പൂന്തോട്ടവും കടന്ന് തലയുയർത്തി നിൽക്കുന്ന ആ ഭവനം ഒരു രാജകൊട്ടാരം പോലെ തോന്നിപ്പിച്ചു. പക്ഷെ പത്മക്ക് ആ മണ്ണ് അപരിചിതമായിരുന്നില്ല. ആ വൻമതിലുകൾക്കുള്ളിൽ അമർന്നു പോയത് അവരുടെ ബാല്യവും കൗമാരവും നിറഞ്ഞ പഴയ തറവാടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട വിശ്വേട്ടൻ്റെ സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ ഉറങ്ങുന്ന ആ മണ്ണിൽ ഇന്ന് പഴയ ഓടിട്ട തറവാടിന് പകരം ഒരു കൂറ്റൻ ബംഗ്ലാവ് തലയുയർത്തി നിൽക്കുന്നു. ആഴ്ചകൾക്ക് മുമ്പ് അരവിന്ദൻ കുടിച്ച ബോധമില്ലാതെ വലിച്ചെറിഞ്ഞ ഏതോ ഒരു പ്രമുഖ ബിസിനസ് മാഗസിൻ്റെ താളുകളിലേക്ക് പത്മ ആ മുഖം കണ്ടിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യുവ വ്യവസായി എന്ന തലക്കെട്ടോടെ അച്ചടിച്ചു വന്ന ആ ചിത്രം അവരുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ പോലെയാണ് പതിച്ചത്. ആ യുവാവിൻ്റെ കൂടെയുള്ളത് തൻ്റെ സീതയേട്ടത്തിയായിരുന്നു, അർജുൻ, തൻ്റെ പ്രിയപ്പെട്ട അർജുൻ മോൻ. തൻ്റെ ഏട്ടൻ മരണത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ അനാഥരായി തെരുവിലേക്ക് തള്ളപ്പെട്ട അർജുനും അമ്മ സീതയും അനുഭവിച്ച യാതനകൾ ചെറുതല്ലായിരുന്നു. പഠിക്കാൻ പുസ്തകങ്ങൾ പോലുമില്ലാതെ വിശപ്പടക്കാൻ കഷ്ടപ്പെട്ട് ഉറക്കമില്ലാത്ത രാപ്പകലുകളിലൂടെ പോരാടിയാണ് അർജുൻ വളർന്നത്. അച്ഛൻ്റെ തകർന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ചാരത്തിൽ നിന്നും സ്വന്തം ചോരയും നീരും നൽകി അവൻ പടുത്തുയർത്തിയതാണ് ഇന്ന് കാണുന്ന ഈ മഹാസാമ്രാജ്യം. പഴയ തറവാട് വീടും സ്ഥലവും ലേലത്തിൽ നിന്ന് തിരിച്ചു പിടിച്ച് അവിടെ അവൻ പണിതുയർത്തിയ ഈ കൊട്ടാരം അവൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ പ്രതീകമായിരുന്നു. ആ ഒരൊറ്റ വാർത്ത മാത്രമായിരുന്നു പത്മയുടെ മനസ്സിൻ്റെ ഒടുവിലത്തെ പിടിവള്ളി. ആരെ ഈ പാതിരാത്രിയിൽ? എന്താ ഇവിടെ വേണ്ടത്? വലിയ ഗേറ്റിൻ്റെ ചെറിയ വാതിൽ തുറന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ സംശയത്തോടെ അവരെ നോക്കി. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ക്ഷീണിച്ച മുഖങ്ങളുമുള്ള 2 സ്ത്രീകളെ കണ്ടപ്പോൾ അയാളുടെ ശബ്ദത്തിൽ അനിഷ്ടം കലർന്നു.
എനിക്ക് ഏട്ടത്തി ഒന്ന് കാണണം. സീത ചേച്ചിയെ. പത്മയുടെ ശബ്ദം ഇടറി. ഏത് ഏട്ടത്തി? ഇവിടുത്തെ സാറിൻ്റെ അമ്മയെ കാണാനാണോ? അത് പറ്റില്ല. ഇപ്പോൾ സ്ഥലം വിട്. അയാൾ വാതിലടക്കാൻ ആഞ്ഞു. ദയവ് ചെയ്ത് ഒന്ന് കേൾക്കൂ, പത്മ കേണു പറഞ്ഞു. അകത്ത് ചെന്ന് ഒന്ന് പറഞ്ഞാൽ മതി, പത്മ വന്നിട്ടുണ്ട് എന്ന്. ഇവിടുത്തെ അമ്മയോട് ഒന്ന് പറയേ, അവർ എന്നെ ഇറക്കി വിടില്ല. പത്മയുടെ വാക്കുകളിലെ ആത്മബന്ധവും കണ്ണുകളിലെ തീവ്രതയും കണ്ടപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരന് എന്തോ ഒന്ന് തോന്നി. അയാൾ സംശയത്തോടെ അവരെ ഒന്നുകൂടെ നോക്കി. ഫോൺ എടുത്ത് അകത്തേക്ക് സന്ദേശം നൽകി. അകത്തെ വിശാലമായ സ്വീകരണ മുറിയിൽ പ്രഭാത പ്രാർത്ഥനയിലായിരുന്നു സീത. പത്മയോ? സീതയുടെ നെഞ്ച് പടപടാവെന്ന് മിടിച്ചു. കാലങ്ങളായി ഒരു വിവരവുമില്ലാതിരുന്നു പത്മയെപ്പറ്റി. യാതൊരു മടിയും കൂടാതെ സീത ഉമ്മറത്തേക്ക് ഓടിയെത്തി. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്ന പത്മയെ കണ്ടതും സീത തറഞ്ഞു നിന്നുപോയി. പണ്ടത്തെ ആ സുന്ദരിയായ, എപ്പോഴും പൊട്ടിച്ചിരിച്ച് നടന്നിരുന്ന പെണ്ണല്ല അത്. പട്ടിണിയും മർദ്ദനവും കാരണം എല്ലും തോലുമായ, പ്രായത്തിൽ കവിഞ്ഞ, വാർദ്ധക്യം ബാധിച്ച ഒരു പാവം സ്ത്രീ. ചേച്ചി. പത്മ സീതയുടെ കാലുകളിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എന്നോട് ക്ഷമിക്കണം ചേച്ചി. ഞാൻ കാരണം, എൻ്റെ അറിവില്ലായ്മ കാരണം ഞാനാ എൻ്റെ ഏട്ടനെ കൊന്നത്. എന്നോട് ക്ഷമിക്കണം. സീതയുടെ കണ്ണുകളിൽ നിന്നും വിതുമ്പൽ പൊട്ടിപ്പുറപ്പെട്ടു. കൈകൾ വിറച്ചുകൊണ്ട് അവർ പത്മയെ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പത്മേ, നീ എന്തീ കാണിക്കുന്നത്? എഴുന്നേൽക്കടി മോളെ. സീത പത്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കഴിഞ്ഞതൊന്നും നീ ഓർക്കണ്ട. അന്ന് ആ ചെറിയൻ അരവിന്ദൻ്റെ മായാവലയത്തിൽ നീ വീണുപോയതാണ്. നീ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്ന് എനിക്കറിയാം. നീ ഒരുപാട് അനുഭവിച്ചില്ല മോളെ. നിന്റെ ജീവിതം അവൻ നരകമാക്കിയതൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞിരുന്നു. അപ്പോഴാണ് സീതയുടെ കണ്ണുകൾ പത്മയ്ക്ക് പിന്നിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയിലേക്ക് വീണത്. താര. സീതയുടെ കണ്ണുകൾ തിളങ്ങി. അവർ മെല്ലെ താരയുടെ അടുത്തേക്ക് നടന്നു. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ സീതയുടെ നെഞ്ചിൽ വിശ്വയുടെ രൂപം തെളിഞ്ഞു വന്നു. വിശ്വേട്ടൻ്റെ അതേ കണ്ണുകൾ. താരയുടെ മുഖത്ത് ആകെ ക്ഷീണവും ഭയവും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ പഴകിയതായിരുന്നു. വല്ലാതെ മിരിഞ്ഞ് വാടിയൊരു പൂ പോലെ അവൾ നിന്നു. എൻ്റെ ദൈവമേ, വിശ്വട്ടം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ജീവിക്കേണ്ട കുട്ടിയെ ഇത്. സീത കണ്ണീരോടെ താരയുടെ കവിളുകളിൽ തലോടി. പത്മ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിതുമ്പലോടെ വിവരിച്ചു. അരവിന്ദൻ കടക്കെണിയിലായതും പണത്തിനു വേണ്ടി മധ്യവയസ്കനായ ഒരു വ്യവസായിക്ക് താരയെ വിവാഹം കഴിച്ചു നൽകാൻ തുടങ്ങിയതും എതിർത്തപ്പോൾ ക്രൂരമായി ഉപദ്രവിച്ചതുമെല്ലാം കേട്ട് സീതയുടെ ചോര തിളച്ചു. ആ അധർമ്മിക്ക് എങ്ങനെ മനസ്സ് വന്നു സ്വന്തം മകളെ വിൽക്കാൻ? സീത ദേഷ്യത്തോടെ അലറി. നീ പേടിക്കണ്ട പത്മേ. ഇനി നീ ആ നരകത്തിലേക്ക് പോകണ്ട. ഇത് നിന്റെ സ്വന്തം വീടാണ്. വിശ്വേട്ടൻ്റെ ചോരയാണ് ഈ വീട്ടിൽ ഇപ്പോഴുള്ളത്. ആ അരവിന്ദൻ പോയിട്ട് അവൻ്റെ ഒപ്പം വിചാരിച്ചാലും ഇനി നിങ്ങളെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. നമുക്ക് പഴയതുപോലെ ഇവിടെ ജീവിക്കാം. പത്മ സീതയുടെ കൈകളിൽ പിടിച്ച് നന്ദിയോടെ കണ്ണീർ വാർത്തു. പക്ഷേ പത്മയുടെ ഉള്ളിൽ മറ്റൊരാളെ കാണാനുള്ള ഭയവും ആകാംക്ഷയും ഉണ്ടായിരുന്നു. ചേച്ചി, അർജുൻ മോൻ അവനെവിടെ? അവനൊരു വലിയ ബിസിനസ് മീറ്റിങ്ങിനായി ഡൽഹിയിൽ പോയതാ മോളെ. നാളെ വരൂ. ഞാൻ അവനെ വിളിച്ച് പറയാം, സീത സന്തോഷത്തോടെ പറഞ്ഞു. ആ സമയം ഡൽഹിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കോൺഫറൻസ് ഹാളിൽ നിന്നും പുറത്തിറങ്ങുകയായിരുന്നു അർജുൻ. 6 അടിയിലധികം ഉയരമുള്ള ഗാംഭീര്യമുള്ള വ്യക്തിത്വം. കണ്ണുകളിൽ കനത്ത ഗൗരവം. അവൻ്റെ ഫോൺ ശബ്ദിച്ചു. അമ്മയുടെ കോളാണെന്ന് കണ്ടതും അവൻ്റെ മുഖത്തെ ഗൗരവം മാറി ഒരു ശാന്തത വന്നു. ഹലോ അമ്മേ, എന്താ ഈ സമയത്ത്? അർജുൻ സ്നേഹത്തോടെ ചോദിച്ചു. മോനെ അർജുൻ. സീതയുടെ ശബ്ദത്തിൽ ആവേശം നിറഞ്ഞു നിന്നു. അമ്മക്ക് നിന്നോട് ഒരു വലിയ സന്തോഷ വാർത്ത പറയാനുണ്ട്. നീ കേട്ടാൽ വിശ്വസിക്കില്ല. നമ്മുടെ നിന്റെ പത്മപ്പച്ചി എത്തിയിട്ടുണ്ട് ഇവിടെ. ഒപ്പം താരമോളുമുണ്ട്. സീത വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അർജുൻ്റെ മുഖത്തെ ഭാവങ്ങൾ മാറി മറിഞ്ഞു. ശാന്തമായിരുന്ന അവനിലെ കടൽ പെട്ടെന്ന് ഇരമ്പാൻ തുടങ്ങി. വില്ലൻ സ്ഥാനത്ത് അവൻ പ്രതിഷ്ഠിച്ച ആ പേര് കേട്ടതും അവൻ്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. അവൻ്റെ മനസ്സിൽ ബാല്യകാലത്തെ ആ കറുത്ത ഓർമ്മകൾ അണപൊട്ടിയൊഴുകി. അച്ഛൻ്റെ ശവം കെട്ടിപ്പിടിച്ച് അമ്മ കരഞ്ഞ ആ രാത്രി, കടക്കാരോട് തെറിവിളികൾ, വിശന്ന് കരഞ്ഞ തനിക്ക് ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഗതിയില്ലാതെ തളർന്നു വീണ അമ്മ. ഇതെല്ലാത്തിനും ഒരൊറ്റ കാരണക്കാരി മാത്രമേ ഉള്ളൂ, പത്മ. അച്ഛൻ്റെ സ്നേഹത്തെ ചവിട്ടി മെതിച്ച് ആ ചതിയൻ്റെ കൂടെ ഇറങ്ങിപ്പോയ തങ്ങളെ അനാഥരാക്കിയ ആ സ്ത്രീ. അമ്മേ. അയാളുടെ വാക്കുകളിൽ തീപ്പൊരികൾ പാറുന്നുണ്ടായിരുന്നു. ആരോട് ചോദിച്ചിട്ടോ അമ്മ അവരെ ആ വീടിൻ്റെ പടി കയറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ എന്ന്? മോനെ, നീ ഒന്ന് കേൾക്ക്. അവർ പാവങ്ങളാണ്. ആ അരവിന്ദൻ എനിക്കൊന്നും കേൾക്കണ്ട അമ്മേ, അർജുൻ അലറി. എൻ്റെ അച്ഛനെ കൊലക്ക് കൊടുത്തവളാണ് ആ സ്ത്രീ. നമ്മളെ നടുക്കടലിൽ തള്ളിയിട്ട് ആ ചതിയൻ്റെ കൂടെ സുഖിക്കാൻ പോയവർ.
അവർക്ക് ഇത്രയും കാലം കഴിഞ്ഞ് തിരികെ വരാൻ എന്തർഹതയാണുള്ളത്? എൻ്റെ അച്ഛൻ്റെ ചോര വീണ മണ്ണിൽ കാലുകുത്താൻ അവർക്ക് എങ്ങനെ സാധ്യം വെച്ചു? എങ്ങനെ ധൈര്യം വന്നു? അർജുൻ, അത് പത്മയുടെ മകൾ കൂടിയാണ്. അർജുൻ, പത്മ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല മോനെ, സീത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മ അതിലൊന്നും വീഴണ്ട. അർജുൻ്റെ ശബ്ദം കൂടുതൽ കഠിനമായി. അമ്മയോട് എനിക്ക് അളവറ്റ ബഹുമാനമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരികയാണ്. നാളെ രാവിലെ ഞാൻ അവിടെ എത്തും. അവനൊരു നിമിഷം നിർത്തി പല്ലിറുമ്മി പറഞ്ഞു. ഞാൻ നാളെ തിരികെ വരുമ്പോൾ ആ സ്ത്രീയും അവരുടെ മകളും ആ വീട്ടിലുണ്ടാവരുത്. നാളെ രാവിലെ ഞാൻ വരുമ്പോൾ അവരെൻ്റെ കൺമുന്നിൽ കണ്ടാൽ പിന്നീട് ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് മുമ്പ് അമ്മക്ക് അവരെ ഇറക്കി വിടാൻ പറ്റുമെങ്കിൽ ഇറക്കി വിട്ടേക്ക്. ഇല്ലെങ്കിൽ എൻ്റെ കൈകൊണ്ട് ഞാൻ അവരെ തെരുവിലേക്ക് തള്ളിയിടും. ദാറ്റ്സ് ഫൈനൽ. ഫോൺ കോൾ കട്ടായി. സീത തളർച്ചയോടെ ഫോണും പിടിച്ച് നിലത്തിരുന്നു പോയി. പിറ്റേന്ന് വൈകുന്നേരത്തോടെ അർജുൻ്റെ കാർ വലിയ ആ ഇരുമ്പ് ഗേറ്റ് കടന്ന് മുറ്റത്ത് വന്ന് നിന്നു. വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കോപത്തിൻ്റെ കനലുകൾ എരിയുന്നുണ്ടായിരുന്നു. തങ്ങളെ അനാഥരാക്കി ഇറങ്ങിപ്പോയ അപ്പച്ചിയെ ആ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ ഉറച്ച മനസ്സോടെയാണ് അവൻ അകത്തേക്ക് ചുവടുകൾ വെച്ചത്. പക്ഷേ ഉമ്മറത്തേക്ക് കയറിയ അർജുൻ്റെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി. അവിടെ വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു കനത്ത നിശബ്ദതയും മൂകതയും ആ അന്തരീക്ഷത്തിൽ പടർന്നു നിന്നു. നാട്ടുകാരും ബന്ധുക്കളും താഴ്ന്ന ശബ്ദത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അർജുൻ അമ്പരപ്പോടെ ആളുകളെ മാറ്റി അകത്തേക്ക് നടന്നു. സ്വീകരണ മുറിയുടെ നടുവിൽ വെളുത്ത തുണി പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ഒരു ശരീരം. തൊട്ടടുത്ത് തളർന്നു വീണ് നെഞ്ചുപൊട്ടി കരയുന്ന അമ്മ. രാത്രിയിലെ മാനസിക സമ്മർദ്ദവും വർഷങ്ങളോളം അനുഭവിച്ച നരകയാതനയും താങ്ങാനാവാതെ പുലർച്ചയോടെ പത്മക്ക് ശക്തമായ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കാൻ പോലും സമയം കിട്ടില്ല. അതോടെ ആ ജീവൻ പൊലിഞ്ഞു. അതിനടുത്ത് ജീവനറ്റ അമ്മയുടെ അരികിലിരുന്ന് പൊട്ടിക്കരയുന്ന താരയെ അർജുൻ ആദ്യമായി കണ്ടു. അവളുടെ കരച്ചിൽ ആ മുറിയിലാകെ പ്രതിധ്വനിച്ചു. ആ കാഴ്ച കണ്ടതും അർജുൻ്റെ ഉള്ളിലെ സകല ദേഷ്യവും വിദ്വേഷവും മഞ്ഞുപോലെ ഉരുകിപ്പോയി. അവൻ തറഞ്ഞു നിന്നുപോയി. അവളുടെ കരച്ചിലും വിതുമ്പലിലും അവൻ കണ്ടത് പണ്ട് അച്ഛൻ മരിച്ചു കിടന്നപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ തനിച്ചായി പോയ തൻ്റെ അതേ രൂപമായിരുന്നു. അനാഥത്വത്തിൻ്റെ ആ വലിയ ഭയം അവൾക്ക് ചുറ്റും നിഴലിക്കുന്നത് അവൾ അറിഞ്ഞു. അത് അവൻ്റെ നെഞ്ചിലേക്ക് ഒരു മുള്ളുപോലെ തറച്ചു കയറി. തീരുമാനങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് മാറ്റിമറിക്കപ്പെട്ടു. വിശ്വേട്ടൻ അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ മണ്ണിൽ തന്നെ പത്മയുടെ ഭൗതിക ശരീരവും അടക്കം ചെയ്യാൻ സീത മുൻകൈയെടുത്തു. ആത്മാർത്ഥമായി സ്നേഹിച്ച ഏട്ടൻ്റെ അടുത്തേക്ക് പത്മയും യാത്രയായി. ചിതക്ക് തീ കൊളുത്തി പുക അന്തരീക്ഷത്തിലേക്ക് ഉയർന്നപ്പോൾ താരയ്ക്ക് ഇനിയും അത് കണ്ടു നിൽക്കാൻ ശക്തിയുണ്ടായിരുന്നില്ല. കണ്ണുകളിൽ ഇരുട്ടു കയറുന്നത് പോലെ തോന്നിയ അവൾ ബോധം കെട്ട് ആ ചിതയുടെ അരികിലേക്ക് തളർന്നു വീഴാനൊരുങ്ങി. എന്നാൽ നിലത്ത് വീഴുന്നതിന് മുമ്പ് തന്നെ ശക്തമായ 2 കൈകൾ അവളെ മുറുകെ ചേർത്ത് പിടിച്ചു. അത് അർജുനായിരുന്നു. അവൻ അവളെ വീഴാതെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ഇനി നിനക്ക് ആരുമില്ലെന്ന് കരുതണ്ട മോളെ, അർജുനുണ്ടാവും. താരയുടെ തലമുടിയിൽ പതുക്കെ തലോടിക്കൊണ്ട് ഉയരുന്ന ആ പുകപടലങ്ങൾ പതിയെ മന്ത്രിച്ചു. കാലം അതിൻ്റെ വേഗതയിൽ ഒഴുകിക്കൊണ്ടിരുന്നു. പത്മയുടെ വേർപാടിനു ശേഷം ആ വലിയ കൊട്ടാര സമാനമായ ബംഗ്ലാവിൽ താരക്കൊരിടം ലഭിച്ചെങ്കിലും അവളുടെ ഉള്ളിലെ ഒറ്റപ്പെടലിൻ്റെ കനത്ത നിശബ്ദതയ്ക്ക് അല്പം പോലും കുറവുണ്ടായിരുന്നില്ല. ഒരു വശത്ത് സ്വന്തം അമ്മയുടെ ഓർമ്മകളും മറുവശത്ത് തന്നെ പ്രാണനായി കണ്ടിരുന്ന അമ്മ ഇനി ഒപ്പമില്ലെന്ന യാഥാർത്ഥ്യവും അവളെ എന്നും വേട്ടയാടിക്കൊണ്ടിരുന്നു. ജനലരികിൽ നക്ഷത്രങ്ങളെ നോക്കി തനിച്ചിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ ഈറനണിഞ്ഞു. ആ വീട്ടിൽ സീത മാത്രമായിരുന്നു താരയുടെ ഏക ആശ്വാസം. സ്വന്തം മകളെ പോലെ അവർ താരയെ കരുതി. പത്മയുടെ അഭാവം ആ കുട്ടിയെ അറിയരുതെന്ന് നിർബന്ധമുള്ളതുപോലെ അവർ സദാസമയവും അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവളുടെ ആഹാരവും ഉറക്കവും വിശേഷങ്ങളുമെല്ലാം സീത ആവോളം അന്വേഷിച്ചു. വിരുമ്പി പോകുന്ന നിമിഷങ്ങളിൽ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സീത സമാധാനിപ്പിച്ചു. മോളെ, നടന്നുപോയ കാര്യങ്ങളൊന്നും ഓർത്ത് നീ നീറരുത്. ഈ സീതാമുള്ളിടത്തോളം കാലം നിന്നെ ഞാൻ ഒറ്റക്കാക്കില്ല. നിന്നിലൂടെയാണ് എനിക്കിപ്പോൾ എൻ്റെ വിശ്വേട്ടനെയും പത്മയും കാണാൻ പറ്റുന്നത് പോലും. പക്ഷേ ആ വലിയ വീട്ടിലെ ഏറ്റവും കഠിനമായ പരീക്ഷണം അർജുൻ്റെ സാന്നിധ്യമായിരുന്നു. താരയോട് അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത തങ്ങി നിന്നിരുന്നു. തൻ്റെ അച്ഛൻ്റെ തകർച്ചയ്ക്കും മരണത്തിനും കാരണക്കാരനായ അരവിന്ദൻ്റെ ചോരയാണ് അവളെന്ന ക്രൂരമായ സത്യം അവനെ അലട്ടി. ഈ 2 ചിന്തകൾക്കുമിടയിൽ അർജുൻ വല്ലാതെ വലഞ്ഞു. അച്ഛനോടുള്ള അറ്റമില്ലാത്ത സ്നേഹവും പഴയ കയ്പേറിയ ഓർമ്മകളും അവനെ അതിൽ നിന്ന് വിലക്കിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അവളോട് സ്നേഹത്തോടെ ഒരു വാക്ക് സംസാരിക്കാനോ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനോ അവൻ സ്വയം അനുവദിച്ചില്ല. രാവിലെ ഭക്ഷണമേശയിൽ താര വന്നിരുന്നാൽ
അർജുൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും. അവൾ വെച്ച് വിളമ്പി എന്തെങ്കിലും വിഭവം മേശപ്പുറത്തുണ്ടെങ്കിൽ അവൻ അത് തൊടുക പോലുമില്ല. അവൾ അബദ്ധത്തിൽ അവൻ്റെ മുന്നിൽ ചെന്നുപെട്ടാൽ അവഗണിച്ച് മുഖം തിരിച്ചു കളയും. വീട്ടിലെ മറ്റ് ജോലി ചെയ്യുന്നവരോട് സംസാരിക്കുന്ന ആർദ്രത പോലും അവൻ താരയോട് കാണിച്ചില്ല. താരയ്ക്ക് അവനെ ഭയമായിരുന്നു. അത്രയും ഉയരവും ഗാംഭീര്യവുമുള്ള എപ്പോഴും കനത്ത ഭാവത്തിൽ നടക്കുന്ന സാന്നിധ്യം തന്നെ അവളെ വിറപ്പിച്ചു. ദിവസങ്ങൾ ആഴ്ചകൾക്കും മാസങ്ങൾക്കും വഴിമാറി. സീതയുടെ അറ്റമില്ലാത്ത സ്നേഹവും കരുതലുകളും കാരണം താര പതിയെ പതിയെ തൻ്റെ പഴയ വേദനകളിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങി. അർജുൻ, താരയുടെ പഠനം പകുതി വഴിയിൽ മുടങ്ങിപ്പോയതാണ്. 22 വയസ്സായിട്ടല്ലേ ഉള്ളൂ. അവളെ ഇനി തുടർന്ന് പഠിപ്പിക്കാൻ വിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. നല്ലൊരു കോളേജിൽ ചേർക്കാൻ നീ ഒന്ന് സഹായിക്കണം. സീതയുടെ വാക്കുകൾ കേട്ടതും അർജുൻ കയ്യിലിരുന്ന കപ്പ് താഴെ വെച്ചു. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു കാർമേഘം പടർന്നു. അവനെ ഭയന്ന് അടുത്തുള്ള തൂണിന് മറവിൽ നിൽക്കുകയായിരുന്ന താര വിറച്ചുപോയി. അമ്മേ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അർജുൻ്റെ ശബ്ദത്തിൽ കനത്ത ദേഷ്യം നിഴലിച്ചു. ഇവളെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത് തന്നെ വലിയൊരു ഔദാര്യമാണ്. എൻ്റെ അച്ഛനെ കൊലക്ക് കൊടുത്തവരുടെ മകളെ ഞാൻ എൻ്റെ തണലിൽ നിർത്തിയിരിക്കുന്നത് തന്നെ അത്രയും സഹിച്ചിട്ടാണ്. അതിനു പുറമെ ഇനി അവളുടെ ബാക്കി കാര്യങ്ങൾ കൂടി ഏറ്റെടുക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്കതിനൊന്നും സമയവുമില്ല. താരയുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണീർ കണങ്ങൾ ഇറ്റുവീണു. അവൾ വേഗത്തിൽ തൻ്റെ മുറിയിലേക്ക് ഓടിപ്പോയി. സീത മകനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. അർജുൻ, ആ പാവം കുട്ടിയെ കൂടുതൽ ഉപദ്രവിക്കരുത്. അവളുടെ തെറ്റെന്താണ്? പത്മ ചെയ്ത തെറ്റിന് ഈ കുട്ടി എന്ത് പിഴച്ചു? അമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടിയില്ലാതെ അർജുൻ നിശബ്ദനായിപ്പോയി. അവൻ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. എന്നാൽ എത്രയൊക്കെ കഠിനമായി പെരുമാറിയെങ്കിലും അർജുന് താരയെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ അറിയാതെ തന്നെ അവൻ്റെ കണ്ണുകൾ എപ്പോഴും അവളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവൾ കൃത്യമായി ഭക്ഷണം കഴിച്ചോ, അമ്മയോടൊപ്പം സന്തോഷമായി ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ അവൻ രഹസ്യമായി അന്വേഷിക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ ശ്രദ്ധയും കരുതലും ഒരിക്കലും അവളോ അമ്മയോ അറിയാൻ അവൻ അനുവദിച്ചില്ല. അർജുൻ്റെ പരുക്കൻ പെരുമാറ്റങ്ങൾ തുടർന്നപ്പോഴും സീത വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അർജുൻ്റെ പണവും സ്വാധീനവും ഉപയോഗിക്കാതെ തന്നെ തൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് പണമെടുത്ത് സീത നഗരത്തിലെ പ്രമുഖമായ ഒരു കോളേജിൽ താരക്ക് പ്രവേശനം വാങ്ങിക്കൊടുത്തു. കോളേജിലെ അന്തരീക്ഷവും പുതിയ കൂട്ടുകാരും അവളെ കൂടുതൽ സാധാരണ ജീവിതത്തിലേക്ക് നയിച്ചു. ദിവസവും രാവിലെ പുഞ്ചിരിയോടെ കോളേജിലേക്ക് പോകുന്ന, വൈകുന്നേരം വന്ന് സീതാമ്മയോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്ന താരയെ കാണുമ്പോൾ സീതയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. വർഷങ്ങൾക്ക് ശേഷം താരയുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ചെറിയ കിരണങ്ങൾ വീണു തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു അത്. പത്മയുടെ ഓർമ്മകൾ അവളുടെ മനസ്സിൽ മായാതെ കിടന്നെങ്കിലും കടങ്ങി തീർത്ത നാളുകളിൽ നിന്ന് അവൾ കരകയറി തുടങ്ങി. പക്ഷേ ഈ മാറ്റങ്ങളിലൊന്നും അർജുൻ്റെ സമീപനത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. വീടിൻ്റെ ഉമ്മറത്ത് സീതാമ്മക്കൊപ്പം സംസാരിച്ചിരിക്കുകയായിരുന്നു അന്ന് താര. പെട്ടെന്നാണ് മുറ്റത്തൊരു കാർ വന്ന് നിന്നതും ഡോർ ശക്തിയായി തുറന്ന് അരവിന്ദൻ അകത്തേക്ക് കയറി വന്നതും. മദ്യപിച്ചതിൻ്റെയും ദേഷ്യത്തിൻ്റെയും കനലെരിയുന്ന കണ്ണുകളോടെ അയാൾ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി വന്നു. അയാളെ കണ്ടതും താര ഭയത്തോടെ വിറച്ചുപോയി. സീതയുടെ പുറകിലേക്ക് അവൾ ഒളിച്ചു. "ഓടെ ഇങ്ങോട്ട്!" അരവിന്ദൻ്റെ അലർച്ച ആ വലിയ വീട്ടിൽ മുഴങ്ങി. "എൻ്റെ സ്വന്തം ചോരയെ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കാൻ എന്താടി നിനക്ക് അവകാശം?" അയാൾ സീതയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. "മിണ്ടിപ്പോവരുത് അരവിന്ദ!" സീത ദേഷ്യത്തോടെ മുന്നിലേക്ക് വന്നു. "ഇത് എൻ്റെ വീടാണ്. ഇവിടെ കയറി വന്ന് ശബ്ദമുയർത്താൻ നിനക്ക് ധൈര്യമായോ? പാവം എൻ്റെ പത്മയെ കൊന്നതും പോരാഞ്ഞിട്ട് ഇനി ഈ കുഞ്ഞിനെയും കൂടി നശിപ്പിക്കാൻ പോവുകയാണോ നീ?" സീത ചോദിച്ചു. കൊലപാതകിയോ?" അരവിന്ദൻ വികൃതമായി ചിരിച്ചു. "എന്ത് ബന്ധത്തിൻ്റെ പേരിലാടി നീ ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? അവളുടെ അമ്മാവൻ്റെ വീടാണെന്ന വിചാരത്തിലോ? അത് ഞാൻ അനുവദിച്ചു തരില്ല. ഇത്രയും കാലമില്ലാത്ത ഒരു ബന്ധവും ഇനി എനിക്കറിയണ്ട. ഇവൾ എൻ്റെ മകളാണ്, എൻ്റെ സ്വന്തം ചോര. അതുകൊണ്ട് കോടതിയും കേസുമായി പോയാലും നിയമം ഇവളെ എൻ്റെ കൂടെ വിടും." അരവിന്ദൻ മുന്നോട്ടാഞ്ഞു. സീതയെ തള്ളിമാറ്റി താരയുടെ കയ്യിൽ ബലമായി പിടിച്ച് പുറത്തേക്ക് വലിച്ചിഴക്കാൻ നോക്കി. "അയ്യോ, വിട്, എന്നെ വിട് അമ്മേ!" താര അലറി വിളിച്ച് കരഞ്ഞു. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ പരമാവധി ശ്രമിച്ചെങ്കിലും അയാൾ പിടിമുറുക്കി. "ആരും വന്ന് നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ലടി, ഇറങ്ങി വാടി എൻ്റെ കൂടെ." അയാൾ അഹങ്കാരത്തോടെ അവളെ മുന്നോട്ട് തള്ളി. താരയുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ ഉമ്മറത്തേക്ക് നീണ്ടു. പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്ന അർജുൻ ആ കാഴ്ച കണ്ടു. അവൻ്റെ കണ്ണുകളിൽ തീപ്പൊരി പാറി. അവൻ കൊടുങ്കാറ്റ് പോലെ മുന്നിലേക്ക് വന്നു. തൊട്ടടുത്ത നിമിഷം അരവിന്ദൻ പിടിച്ചിരുന്ന താരയുടെ മറ്റേ കയ്യിൽ അർജുൻ്റെ ശക്തമായ പിടി വീണു. "വിട്!" അർജുൻ്റെ കനത്ത ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. അരവിന്ദൻ ഞെട്ടിപ്പോയി. എങ്കിലും അഹങ്കാരം വിടാതെ അയാൾ അർജുന് നേരെ തിരിഞ്ഞു. "എന്താടാ ചെറുക്ക, എൻ്റെ മകളെ കൊണ്ടുപോകാൻ എനിക്ക് ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. എൻ്റെ വഴിയിൽ തടസ്സം നിൽക്കാൻ വന്നാൽ നിൻ്റെ ശവം എടുക്കേണ്ടി വരും ഇവിടെ."
അരവിന്ദൻ അവനെ ഭീഷണിപ്പെടുത്തി. അർജുൻ താരയുടെ കൈ മെല്ലെ വിടുവിച്ചു. അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. ഇവളെ ഇവിടെ നിന്ന് പടിയിറക്കി കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ ശവത്തിൽ ചവിട്ടി മാത്രമേ അത് സാധിക്കൂ, അർജുൻ ദൃഢതയോടെ പറഞ്ഞു. ഓ, അത്രക്കായോ നീ? അരവിന്ദൻ അർജുന് നേരെ കൈ ഓങ്ങി മുന്നിലേക്ക് വന്നു. എന്നാൽ അടുത്ത നിമിഷം അർജുൻ്റെ കൈ കാറ്റുപോലെ ഉയർന്നു താണു. കനത്തൊരടി അരവിന്ദൻ്റെ കവിളിൽ പതിച്ചു. അടികൊണ്ട് അരവിന്ദൻ നിലത്തേക്ക് വീണു. അയാളുടെ ചുണ്ടിൽ നിന്ന് ചോര പൊടിഞ്ഞു. അരവിന്ദൻ അമ്പരപ്പോടെയും ഭയത്തോടെയും നിലത്തിരുന്ന് അർജുനെ നോക്കി. അർജുൻ അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ മുറുകെ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അവൻ്റെ കണ്ണുകളിൽ ഭീകരമായൊരു ഭാവം നിഴലിച്ചിരുന്നു. അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യനാണ് നീ എന്ന ഒരൊറ്റ പരിഗണന കൊണ്ടാണ് ഇത്രയും നേരം ഞാൻ കൈവെക്കാതിരുന്നത്. അർജുൻ്റെ അലർച്ചയിൽ വീട് വിറച്ചു. എൻ്റെ അച്ഛനെ ചതിച്ചു വന്നത് നീയല്ലടാ, ചതിയ. എൻ്റെ അമ്മയെയും എന്നെയും തെരുവിലേക്ക് തള്ളിയിട്ടത് നീയാണെന്ന് കരുതി എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. ഇനിയും എൻ്റെ മണ്ണിൽ കാലുകുത്താനോ താരയുടെ മേൽ കൈവെക്കാനോ നോക്കിയാ ഇവിടെ വെച്ച് നിന്നെ ഞാൻ കൊല്ലും. പച്ചക്ക് കുഴിച്ചു മൂടും ഞാൻ. അർജുൻ്റെ രൗദ്രഭാവവും വാക്കുകളിലെ കനലും കണ്ടപ്പോൾ അരവിന്ദൻ്റെ ഉള്ളിലെ സകല അഹങ്കാരവും അലിഞ്ഞുപോയി. മദ്യത്തിൻ്റെ ലഹരിയെല്ലാം ഒറ്റയടിക്ക് ഇറങ്ങിപ്പോയിരുന്നു. മരണഭയം അയാളുടെ മുഖത്ത് പടർന്നു. അർജുൻ അയാളെ മുറ്റത്തേക്ക് തള്ളിയെറിഞ്ഞു. നിന്നെ ഞാൻ വെറുതെ വിടില്ലട ചെറുക്ക, ഞാൻ തിരിച്ചു വരും, നിന്നെ ഞാൻ കൊല്ലുമേടാ. അത്രയും പറഞ്ഞ് അയാൾ കാറിലേക്ക് തന്നെ തിരികെ കയറി. അരവിന്ദൻ പോയെങ്കിലും അയാളുടെ ഭീഷണി കേട്ട താരയുടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭയം പടർന്നു പിടിച്ചു. അന്ന് രാത്രി അർജുൻ റൂമിൽ ഒറ്റയ്ക്കുള്ള സമയം നോക്കി താര അവൻ്റെ മുറിയിലേക്ക് ചെന്നു. കണ്ണാടിക്ക് മുന്നിൽ കനത്ത ചിന്തയോടെ നിൽക്കുകയായിരുന്നു അർജുൻ അന്നേരം. എന്താ? അർജുൻ ഗൗരവത്തോടെ അവളെ ഒന്ന് നോക്കി. അർജുനേട്ട, എനിക്ക് വേണ്ടി അർജുനേട്ട ഇങ്ങനൊരു പ്രശ്നത്തിൽ പോയി ചാടരുത്. അയാളൊരു കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യനാണ്. എന്നോട് പോലും അനുകമ്പയില്ലാത്തയാൾ അർജുനേട്ടനെ അപായപ്പെടുത്താനും മടിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം. അവളുടെ വാക്കുകൾ കേട്ടതും അർജുൻ തിരിഞ്ഞു നിന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ അവൾക്കരികിലേക്ക് നീങ്ങി നിന്നു. അവൻ അവളുടെ കൈത്തണ്ടകളിൽ മുറുകെ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. എങ്ങനെ പോകും താരേ നീ? അർജുൻ ആർദ്രമായി ചോദിച്ചു. എന്നെ വിട്ടു പോകാൻ നിനക്ക് കഴിയുമോ? ആ ചോദ്യത്തിൽ താരയുടെ നെഞ്ചിടിപ്പ് നിലക്കുന്നത് പോലെ തോന്നി. അർജുനേട്ട, അത് മറുപടി പറ താരെ. അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ ഓരോ നോട്ടത്തിലും കരുതലിലും ഞാൻ ഒളിച്ചു വെച്ച സ്നേഹം നീ കണ്ടിരുന്നില്ലേ? വെറുപ്പ് നടിക്കുമ്പോഴും എൻ്റെ കണ്ണുകളിൽ നീ കണ്ട ആ പ്രണയം അത് വെറുമൊരു നാടകമായിരുന്നു. താരയുടെ കണ്ണുകൾ തുളുമ്പി. അതെ, അവൾ തിരിച്ചറിഞ്ഞിരുന്നു. ബാഹ്യമായ അടുപ്പം കാണിക്കാത്തപ്പോഴും ആ നോട്ടങ്ങളിൽ തന്നോടുള്ള സ്നേഹമുണ്ടായിരുന്നുവെന്ന് അവൾക്കറിയാമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായവൻ്റെ ചോരയാണെന്ന ചിന്ത എന്നെ വേട്ടയാടിയിട്ടുണ്ട്. അർജുൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. പക്ഷേ ഈ വീട്ടിൽ വന്ന അന്നു മുതൽ നീ കാണിക്കുന്ന സ്നേഹവും സഹിഷ്ണുതയും കണ്ടപ്പോൾ നിന്നെ വെറുക്കാൻ ശ്രമിച്ച ഞാൻ തോറ്റുപോയി താരെ. എനിക്ക് നിന്നോട് പ്രണയമാണ്. പിന്നെ എന്തിനാ അർജുനേട്ട എന്നോട് അകന്നു നിന്നത്? താര വിതുമ്പിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഭയം കൊണ്ടായിരുന്നു താരെ. നീ എൻ്റെ സ്നേഹം എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിവില്ലായിരുന്നു. അർജുൻ അവളുടെ നെറ്റി ചേർത്തു മന്ത്രിച്ചു. പക്ഷെ ഇന്ന് അവൻ നിൻ്റെ കൈക്ക് പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നീയില്ലാതെ അർജുൻ ഇനിയൊരു ജീവിതമില്ലെന്ന്. ആരെതിർത്താലും ഈ അർജുൻ്റെ ജീവനുള്ളിടത്തോളം നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അത്രയും പറഞ്ഞ് അവൻ അവളുടെ കവിളിൽ പ്രണയത്തോടെ ചുണ്ടുകൾ അമർത്തി. ഇത്രയും കാലത്തെ കാത്തിരിപ്പിനും വേദനകൾക്കും ഒടുവിൽ അർജുൻ്റെ നെഞ്ചിൻ ചൂടിൽ താര സുരക്ഷിതമായി അമർന്നു. അരവിന്ദൻ ഭീഷണിയോടെ പടിയിറങ്ങിപ്പോയെങ്കിലും അർജുൻ അതൊരു നിസ്സാര കാര്യമായി തള്ളിക്കളയാൻ തയ്യാറായിരുന്നില്ല. പ്രതികാരത്തിൻ്റെ തീയേക്കാൾ പ്രണയത്തിൻ്റെ രക്ഷാകവചമാണ് ഇപ്പോൾ താരയ്ക്ക് വേണ്ടതെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു. ശത്രുവിന് അല്പം പോലും സമയം അനുവദിക്കാതെ അവൻ്റെ വേരറുക്കുക തന്നെ വേണം. പിറ്റേന്ന് രാവിലെ തന്നെ അർജുൻ താരയെയും കുട്ടി പോലീസ് ഓഫീസിലേക്ക് തിരിച്ചു. അർജുൻ്റെ അടുത്ത സുഹൃത്തും IPS ഓഫീസറുമായിരുന്നു വിക്രം. താര തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച നരകയാതനകൾ ഓരോന്നായി തുറന്നു പറഞ്ഞു. അച്ഛൻ എന്ന് വിളിക്കപ്പെടുന്ന ആ രാക്ഷസൻ അമ്മ പത്മയോട് കാട്ടിയ ക്രൂരതകൾ, തന്നെ പണത്തിന് വേണ്ടി പ്രായമായ ഒരാൾക്ക് വിൽക്കാൻ നോക്കിയത്, അമ്മയുടെ മരണത്തിന് ഇടയാക്കിയ മാനസികവും ശാരീരികവുമായുള്ള ഉപദ്രവങ്ങൾ എല്ലാം ഒരു കുറ്റസമ്മതം പോലെ വിതുമ്പലോടെ അവൾ പോലീസിന് മുന്നിൽ വിവരിച്ചു. വിക്രം അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി. തുടർന്ന് അർജുൻ്റെ നിർദ്ദേശപ്രകാരം പത്മയുടെ മരണത്തിന് പിന്നിലെ പരോക്ഷമായ കൊലപാതക കുറ്റവും വിശ്വയുടെ ബിസിനസ് തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടുകളും ഉൾപ്പെടുത്തി അത്രയും ശക്തമായ FIR തയ്യാറാക്കപ്പെട്ടു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി അയാൾ വെളിച്ചം കാണത്തില്ല. വിക്രം അർജുൻ്റെ തോളിൽ തട്ടി ഉറപ്പ് നൽകി. അന്ന് രാത്രി തന്നെ സിറ്റി പോലീസിൻ്റെ പ്രത്യേക സംഘം അരവിന്ദൻ്റെ ഒളിസങ്കേതം വളഞ്ഞു. മദ്യലഹരിയിൽ
അടുത്ത നീക്കത്തിന് പദ്ധതിയിടുകയായിരുന്ന അരവിന്ദനെ പോലീസ് മൃഗീയമായി കൈകാര്യം ചെയ്താണ് വണ്ടിയിൽ കയറ്റിയത്. അരവിന്ദന്റെ സ്വാധീനവും പണവുമൊക്കെ അർജുന്റെ ഭീമമായ അധികാരത്തിനു മുന്നിൽ കാറ്റിൽ പറന്നുപോയി. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തി അയാളെ സെൻട്രൽ ജയിലിലെ അടച്ചിട്ട് ഇരുട്ടുമുറിയിലേക്ക് തള്ളി. ജയിലിൽ പോലീസുകാരുടെ ക്രൂരമായ മർദ്ദനവും കൂടെയുള്ള കുറ്റവാളികളുടെ ഭീഷണിയും അയാളെ മാനസികമായും ശാരീരികമായും തളർത്തി. കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിനും, കഴുതയെ പോലെ കിടന്നുറങ്ങുന്ന ഓരോ തണുത്ത തറയിലും അയാൾക്ക് തൻ്റെ പാവം ഭാര്യ പത്മയുടെയും മകൾ താരയുടെയും കണ്ണീരിൻ്റെ ചൂടറിയാമായിരുന്നു. താൻ ചെയ്ത അധർമ്മങ്ങളുടെയും അനീതികളുടെയും ശിക്ഷ ആ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് അയാൾ അനുഭവിച്ചു തീർത്തു. ഒടുവിൽ താൻ നശിപ്പിച്ച ജീവിതങ്ങളെ ഓർത്ത് പശ്ചാത്താപിച്ച് പുറം ലോകം കാണാതെ അയാൾ ആ നരകത്തിൽ തളർന്നു വീണു. അരവിന്ദന്റെ അധ്യായം അവിടെ അവസാനിച്ചപ്പോൾ ആ വലിയ ബംഗ്ലാവിൽ സന്തോഷത്തിൻ്റെ പുതിയൊരു പ്രഭാതം പുലരുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ശുഭമുഹൂർത്തത്തിൽ അർജുൻ്റെയും താരയുടെയും വിവാഹം തീരുമാനിക്കപ്പെട്ടു. ആർഭാടങ്ങളെക്കാൾ ആത്മബന്ധത്തിന് പ്രാധാന്യം നൽകിയുള്ള ചടങ്ങായിരുന്നു അത്. മണ്ഡപത്തിൽ തുളസിമാല അണിഞ്ഞ് ചുവന്ന സാരി ഉടുത്ത് ഒരു ദേവതയെ പോലെ നിൽക്കുന്ന താരയെ കണ്ടപ്പോൾ അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവളുടെ നെറ്റിയിൽ ചന്ദനക്കുടയും കതിർ മണ്ഡപത്തിലെ വിളക്കിൻ്റെ വെളിച്ചവും ചേർന്ന് അപൂർവമായൊരു ശോഭ നൽകിയിരുന്നു. താലി കെട്ടുന്ന നിമിഷത്തിൽ അർജുൻ്റെ കൈകൾ വിറക്കാതെ ആ മഞ്ഞച്ചരട് അവളുടെ കഴുത്തിൽ മുറുക്കി. 3 കെട്ടുകൾ വീഴുമ്പോഴും താരയുടെ കണ്ണുകളിൽ നിന്നും വീണത് ആനന്ദ കണ്ണീരായിരുന്നു. സീതാമ്മ മണ്ഡപത്തിനരികിൽ നിന്ന് കൈകൂപ്പി നിർവൃതിയോടെ ആ കാഴ്ച കണ്ടു. ആ നിമിഷം ഉമ്മറത്തെ വിശ്വയുടെയും പത്മയുടെയും വലിയ ഛായാചിത്രങ്ങളിൽ ചാർത്തിയ പൂമാലകൾ കാറ്റിൽ മെല്ലെ ആടിയുലഞ്ഞു. തങ്ങളെ അനുഗ്രഹിക്കാൻ ആത്മാക്കൾ ആകാശത്തിൽ നിന്നും അവിടുത്തെ കാറ്റായി ഒഴുകിയെത്തതുപോലെ സീതാമ്മക്ക് തോന്നി. അർജുൻ്റെ മുറി പൂക്കളുടെ സുഗന്ധത്താലും മെഴുകുതിരികളുടെ മങ്ങിയ വെളിച്ചത്താലും അലങ്കരിക്കപ്പെട്ടു. ബാൽക്കണിയിൽ നിന്ന് തണുത്ത കാറ്റ് അകത്തേക്ക് വീശിയടിക്കുന്നുണ്ടായിരുന്നു. നിലാവിൻ്റെ വെളിച്ചം ജനലിലൂടെ മുറിയിലെ മാർബിൾ തറയിൽ വെള്ളിരേഖകൾ തീർത്തു. ചുവന്ന സാരിയിൽ പുതുമണവാട്ടിയായി കട്ടിലിൻ്റെ കോണിൽ തല താഴ്ത്തിയിരിക്കുന്ന താരയുടെ അടുക്കലേക്ക് അർജുൻ പതുക്കെ നടന്നു വന്നു. അവൻ്റെ ഓരോ ചുവടിലും പ്രണയത്തിൻ്റെ ആഴമുണ്ടായിരുന്നു. അവൻ അവൾക്കരികിലിരുന്നു ആ വിറക്കുന്ന കുഞ്ഞു കൈകൾ സ്വന്തം കൈക്കുള്ളിലാക്കി. താരെ, അവൻ മൃദുവായി വിളിച്ചു. അവൾ പതുക്കെ തലയുയർത്തി. ആ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് അവനോടുള്ള അളവറ്റ പ്രണയവും സമർപ്പണവുമായിരുന്നു. ഇപ്പോഴും പേടിയുണ്ടോ നിനക്ക്? അർജുൻ പുഞ്ചിരിയോടെ അവളുടെ കവിളിൽ പതുക്കെ വിരലോടിച്ചു. ഇല്ല അർജുനേട്ടാ, ഇനി എന്ത് വന്നാലും ഈ നെഞ്ചിൽ ഞാൻ ഉണ്ടല്ലോ എന്ന ധൈര്യമുണ്ട്. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചുകൊണ്ട് മന്ത്രിച്ചു. അർജുൻ അവളെ സ്വന്തം കൈകളിൽ കോരിയെടുത്തു. അവളുടെ വസ്ത്രങ്ങളുടെ സാന്നിധ്യം പോലുമില്ലാതെ ആ ഉടൽ അവൻ്റെ നെഞ്ചിൻ്റെ ചൂടറിഞ്ഞു. അവളിലെ ഓരോ അണുവും അവൻ പ്രണയം കൊണ്ട് മൂടാൻ ആഗ്രഹിച്ചു. അവൻ പതുക്കെ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. പിന്നീട് അവളുടെ കണ്ണുകളിൽ, മൂക്കിൻ്റെ തുമ്പിൽ, ഒടുവിൽ വിറക്കുന്ന ആ അതരങ്ങളിൽ അവൻ സ്വന്തം അതരങ്ങൾ ചേർത്തു. ആദ്യത്തെ ചുംബനം ഒരു കൊടുങ്കാറ്റുപോലെ അവളിലേക്ക് പടർന്നു കയറി. താര അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. വർഷങ്ങളായി ഉള്ളിൽ അടക്കി വെച്ച വികാരങ്ങളെല്ലാം ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. അർജുൻ്റെ കൈകൾ അവളുടെ സാരിത്തുമ്പിലൂടെ ഇഴഞ്ഞു നീങ്ങി അവളുടെ ഇടുപ്പിലെ മടക്കുകളെ തൊട്ടുണർത്തി. അവളുടെ ശ്വാസവേഗത കൂടി. അർജുൻ അവളെ പതുക്കെ മെത്തയിലേക്ക് കിടത്തി. അവളുടെ മേലേക്ക് പടർന്ന് പന്തലിച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലും തോളിലും പ്രണയത്തിൻ്റെ മുദ്രകൾ പതിപ്പിച്ചു. അർജുനേട്ടാ, അവളുടെ നെടുവീർപ്പുകൾ ആ മുറിയിൽ മുഴങ്ങി. നീ എൻ്റെ മാത്രമാണ് താരെ. ഇനിയൊരു ശക്തിക്കും നമ്മളെ വേർപിരിക്കാനാവില്ല. അവൻ അവളുടെ ചെവിയിൽ പ്രണയത്തോടെ മന്ത്രിച്ചു. ആ രാത്രി മുഴുവൻ അവർ പരസ്പരം പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. വേദനിക്കപ്പെട്ട 2 ആത്മാക്കൾ ഒന്നായി മാറുന്ന മായാത്ത അനുഭൂതിയായിരുന്നു ആ രാവിന്. അർജുൻ്റെ നെഞ്ചിൽ ചൂടിൽ, അവൻ്റെ കാവലിൽ താര തൻ്റെ പൂർണ്ണമായ സുരക്ഷിതത്വം കണ്ടെത്തി. വർഷങ്ങൾ കടന്നുപോയി. ആ കൊട്ടാര സമാനമായ ബംഗ്ലാവിൽ ഇപ്പോൾ കളിച്ചിരികളും കുസൃതികളും നിറഞ്ഞു നിൽക്കുകയാണ്. മുറ്റത്തെ വിശാലമായ പുൽത്തകിടിലൂടെ 3 വയസ്സുകാരനായ ഒരു കുഞ്ഞു ഓടി നടക്കുന്നുണ്ടായിരുന്നു. വിശ്വ എന്നവർ സ്നേഹത്തോടെ വിളിക്കുന്ന അർജുൻ്റെയും താരയുടെയും മകൻ. സീതാമ്മ ഉമ്മറത്തിരുന്ന് ആ കുഞ്ഞിൻ്റെ ഓട്ടം കണ്ട് പുഞ്ചിരിക്കുന്നു. ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്ന താരയെ പുറകിലൂടെ വന്ന് അർജുൻ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവളുടെ വയറിൽ കൈകൾ ചേർത്ത് പിടിച്ച് അവൻ അവളുടെ കഴുത്തിൽ താടി ഊന്നി നിന്നു. എന്താ ആലോചിക്കുന്നത് എൻ്റെ പെണ്ണെ? അർജുൻ ആർദ്രമായി ചോദിച്ചു. ഒന്നുമില്ല അർജുനേട്ടാ, പണ്ട് നിലയില്ലാത്ത ആ കായലിൽ താണുപോയതുപോലെ തോന്നിയ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. അവിടെ നിന്ന് എന്നെ കരകയറ്റി ഈ സ്നേഹത്തിൻ്റെ ലോകം തന്നത് നിങ്ങളല്ലേ? അത് ഓർക്കുകയായിരുന്നു. അവൾ തിരിഞ്ഞു നിന്ന് അവൻ്റെ കഴുത്തിലൂടെ കൈകളിട്ടു. നമുക്ക് കിട്ടിയ ഈ സന്തോഷം നമ്മളേത് മാത്രമല്ല താരെ, ആകാശത്ത് നിന്ന് നമ്മളെ കാണുന്ന അച്ഛൻ്റെയും അപ്പച്ചിയുടെയും അനുഗ്രഹമാണ്. അർജുൻ അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു.
അവർ രണ്ടുപേരും താഴെ ഓടി നടക്കുന്ന മകനെയും ഉമ്മർത്തിരിക്കുന്ന സീതാമ്മയെയും നോക്കി. ആകാശത്ത് മേഘങ്ങൾക്കിടയിലൂടെ തെളിഞ്ഞു നിന്ന 2 നക്ഷത്രങ്ങൾ അവരെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. തങ്ങളുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെയും സുരക്ഷിതരായും ജീവിക്കുന്നത് കണ്ട് തൃപ്തിയടഞ്ഞ വിശ്വയുടെയും പത്മയുടെയും ആത്മാക്കൾ. കണ്ണീരിൽ തുടങ്ങി പ്രണയത്തിൻ്റെ അമൃതമഴയിൽ നനഞ്ഞു തീർന്ന പ്രതികാരത്തിനും മുകളിലൂടെ പ്രണയം വിജയം വരിച്ച ആ കുടുംബം പുതിയൊരു പുലരിയിലേക്ക് പുഞ്ചിരിയോടെ ചുവടുവെച്ചു. അവസാനിച്ചു. സൂര്യകാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്റ്റോറികളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത്തരത്തിലുള്ള സ്റ്റോറികൾ എഴുതി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.